ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൃശ്യമാധ്യമത്തിൽ കൂടെ ഈ പ്രത്യാശയുടെ വാക്കുകൾ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഊഷ്മളമായ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സഭയും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ്. ഈ വിഷയത്തിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചും തിരുവചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവചനത്തിലെ മർമ്മങ്ങൾ ഗ്രഹിക്കേണ്ടതിനും നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നടത്തേണ്ടതിനുമായിട്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന നാഥ, സ്വർഗീയ പിതാവേ, ഈ ധന്യവേളയിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈ തിരുവചന ദൂത് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ മാനവും മഹത്വവും അങ്ങ് തന്നെ എടുക്കണം. അവിടുത്തെ തിരുസാന്നിധ്യം ഓരോ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ്റെ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ സഭയും പരിശുദ്ധാത്മാവും എന്നുള്ളത്, ഈ രണ്ട് വാക്കുകളും നാം ഏറെ കേട്ട് മടുത്ത പദങ്ങളാണ്. ഒരുപക്ഷെ മടുത്ത എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ക്രിസ്തുവിലുള്ള ജീവിതം തന്നെ മടുപ്പായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ സാഹചര്യത്തിൽ, ഈ ആധുനിക യുഗത്തിലാണ് ദൈവത്തിൻ്റെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നമ്മളുടെ ചെറിയ പഠനവും ചെറിയ വിലയിരുത്തലുകളും നടത്തപ്പെടുന്നത്. ഏതായാലും നമ്മുടെ ജ്ഞാനങ്ങൾക്കപ്പുറമായ ഈ തിരുവചന ദൂതുകളെ ശ്രവിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഈ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഈ പ്രഭാഷണ പരമ്പരയിൽ നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സഭയും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യൻ പരാജിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരുപക്ഷെ അത് സമ്മതിക്കാൻ സാധിക്കുമോ? മനുഷ്യൻ പരാജിതനാണ്. മനുഷ്യൻ എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? ചന്ദ്രനിൽ പലതവണ കാൽകുത്തിയ മനുഷ്യൻ, ബഹിരാകാശത്തിൽ വർഷങ്ങളോളം താമസിക്കുവാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് ബഹിരാകാശ നിലയങ്ങളിൽ നിന്ന് മനുഷ്യൻ പണിതുയർത്തിയിരിക്കുന്നു. ജ്യോതിർഗോളങ്ങളിൽ തൻ്റെ സ്വാധീനം ഉറപ്പിക്കുവാൻ മനുഷ്യൻ ഇന്ന് പരിശ്രമം നടത്തുന്നു. അതിലവൻ അനേക തവണ വിജയിച്ചു കഴിഞ്ഞു. നാനോ ടെക്നോളജികൾ വഴി ഈ ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള കഴിവുകളാണ് മനുഷ്യൻ ഇന്ന് സ്വായത്തമാക്കിയിരിക്കുന്നത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മനുഷ്യനിന്ന് അഭൂതപൂർവമായ വിജയം കൈവരിച്ചിരിക്കുന്നു. വൈദ്യശാസ്ത്ര മേഖലകളിൽ മരണത്തെപ്പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ മനുഷ്യൻ്റെ ജ്ഞാനം വളർന്നിരിക്കുന്നു. ബഹിരാകാശ രംഗങ്ങളിൽ, ആധുനിക ശാസ്ത്ര ഗവേഷണ രംഗങ്ങളിൽ, ആതുര മേഖലകളിൽ ഈ ഭൂഗോളത്തിൻ്റെ തന്നെ ഓരോ സ്പന്ദനങ്ങളും നിയന്ത്രിക്കത്തക്ക രീതിയിൽ മനുഷ്യൻ്റെ ജ്ഞാനം വളർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ സാധിക്കുക? ഒരുപക്ഷെ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ അടച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അത് എൻ്റെ ഒരു പരാജയമായി തീരും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന് നേരിട്ടിരിക്കുന്ന ഒരു വലിയ പരാജയത്തെക്കുറിച്ച് തിരുവചനത്തിൽ കൂടെ നമുക്ക് ദൂത് നൽകുന്നു. എന്താണ് മനുഷ്യന് സംഭവിച്ച പരാജയം? എല്ലാ മേഖലകളിലും ജീവിത വിജയം കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ ധാർമ്മികമായി, ആധ്യാത്മികമായി, മാനുഷിക മൂല്യങ്ങളിൽ അവനിന്ന് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ഞാനല്ല, ഈ ലോകം തന്നെ നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇന്നത്തെ ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുന്നത് തന്നെ ഞെട്ടിക്കുന്നതും ഭയാനകവുമായ എത്രയോ വാർത്തകളാണ് നമ്മെ കാത്തിരിക്കുന്നത്.
ശരിക്കും നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന് സമാധാനപരമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഭവനങ്ങളിൽ മനുഷ്യൻ സുരക്ഷിതനാണോ? തെരുവീഥികളിൽ, ലോകത്തിൽ, ജോലിസ്ഥലത്ത് എവിടെയാണ് മനുഷ്യന് തൻ്റെ ആദർശപരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്? ഇങ്ങനെ ആദർശം നഷ്ടപ്പെട്ട്, കുടുംബ ബന്ധങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെട്ട്, താൻ വിശ്വസിക്കുന്ന ദൈവിക വിഷയങ്ങളിൽ പോലും തൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്, ഈ ലോകത്തിലാണ് അവൻ്റെ വിശ്വാസ മന്ദിരങ്ങൾ പണിതുയർത്തുന്നതും വിശ്വാസ ഭവനങ്ങൾ ഇവിടെ പടുത്തുയർത്തുന്നതും. ഇവിടെ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസവും അവിശ്വാസവും ഓരോ നിമിഷവും പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവിശ്വാസത്തിനനുസരിച്ച്, അവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച്, ദൈവത്തിലുള്ള അവനിലെ ആശ്രയം മറച്ചു വയ്ക്കാതെ അവൻ്റെ പ്രത്യാശ പിന്തുടരുന്നതിന് ദൈവത്തിൻ്റെ ഭവനങ്ങൾ അവനിവിടെ പണിയപ്പെടുന്നു. ദൈവത്തിൻ്റെ സഭ ഇവിടെ പണിയപ്പെടുന്നു. ഒന്ന് ഓർക്കുക, അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അവൻ ദൈവഭവനം പണിയുന്നത്, ദൈവത്തിൻ്റെ സഭ ഇവിടെ പണിയപ്പെടുന്നത്. എന്നാൽ ഒരു വലിയ ഞെട്ടിക്കുന്ന സത്യം വിശുദ്ധ ബൈബിളിന് നമ്മോട് പറയുവാനുണ്ട്. അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട വേളകളിൽ അവൻ കൂട്ടായ്മ ആഗ്രഹിച്ചു, ദൈവത്തിൻ്റെ സാമീപ്യം അവൻ ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിൽ ദൈവസഭയുമായുള്ള ബന്ധത്തിന് ഒരുപാട് സഭകളും ഇവിടെ പണിതുയർത്തി. എന്നാൽ ശ്രദ്ധിക്കൂ, ഇവിടെ സഭകളെ അവരുടെ വിശ്വാസ്യതയെ പരിശോധിക്കുകയല്ല, ഒരു സഭയെയും കളങ്കപ്പെടുത്തുകയല്ല. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ദൈവത്തിൻ്റെ സഭ അത് എത്രത്തോളം ആയിരിക്കുന്നു? നാം യഥാർത്ഥത്തിൽ ഒരു ദൈവസഭയുടെ അംഗമാണോ? തങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും തങ്ങളുടെ പ്രത്യാശയ്ക്കനുസരിച്ച് ദൈവത്തിൻ്റെ സഭകളെ ഇവിടെ പണിതുയർത്തി. എന്നാൽ ഒരു കാര്യം, വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വ്യക്തിപരമായ ചിന്തകൾക്കും അനുസരിച്ച് തങ്ങളുടെ സഭാ കൂട്ടായ്മ വളർന്നപ്പോൾ, തങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിച്ചപ്പോൾ, ഈ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിറം തേച്ച, ചായം പിടിപ്പിച്ച ഒരു പള്ളിക്കെട്ടിടത്തിൽ അഭിമാനിക്കുന്ന പള്ളിക്കാരായ, ശ്രദ്ധിക്കുക, ഒരു പെയിൻ്റടിച്ച പള്ളിക്കെട്ടിടത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന തരത്തിൽ തങ്ങളുടെ വിശ്വാസ ജീവിതം ആയിപ്പോയോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ വിശ്വാസത്തിൻ്റെ ഗതി. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, നമ്മുടെ നിലനിൽപ്പ്, നാം ആയിരിക്കുന്ന ഈ അവസ്ഥ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സഭയുടെ ഒരു യഥാർത്ഥ പിൻഗാമി എന്നുള്ള നിലയ്ക്കാണോ? ഞാനിപ്പോൾ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ സഭയിലാണോ? നാം വളരെയേറെ ചിന്തിക്കേണ്ട കാര്യം, വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ദൈവസഭ എന്നാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണമായ കാഴ്ചപ്പാട് തിരുവചനത്തിൽ നിന്നും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാൻ പലപ്പോഴും മനുഷ്യന് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അതിന് സാധിച്ചില്ലെങ്കിലും, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. പഴയ നിയമകാലത്ത്, പുതിയ നിയമകാലത്ത്, കാലഘട്ടം ഏത് തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വ്യത്യാസമില്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കും മാറ്റമില്ല. പക്ഷേ മനുഷ്യനത് വെളിപ്പെട്ട രീതിക്ക് വ്യത്യാസം വന്നതുകൊണ്ട്, മനുഷ്യനത് മനസ്സിലാക്കിയ രീതിക്ക് വ്യത്യാസം വന്നതുകൊണ്ട് പലപ്പോഴും അത് പൂർണ്ണമായി അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സഭ എന്നാൽ എന്താണ്, അതിൻ്റെ ക്വാളിറ്റീസ് എന്താണ്, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തിരുവചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. തിരുവചനം നമുക്ക് പരിശോധിക്കാം. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം എങ്ങനെയായിരുന്നു സഭയെ വീക്ഷിച്ചിരുന്നത്, ദൈവം തൻ്റെ ഹിതം എപ്രകാരമായിരുന്നു സഭയിൽ നടപ്പിലാക്കിയിരുന്നത് എന്ന് തിരുവചനത്തിൽ നിന്നും നമുക്ക് പരിശോധിക്കാം. നമുക്ക് വേദപുസ്തകത്തിലേക്ക് നോക്കാം. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ നാമം ശ്രേഷ്ഠമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 3-ാം വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഈ വാക്യത്തിൽ നിന്നും ദൈവം തൻ്റെ സ്വന്തം സഭയോടുള്ള ഇഷ്ടം എന്താണെന്നും
ദൈവത്തിൻ്റെ സഭയോടുള്ള ദൈവത്തിൻ്റെ വീക്ഷണം എന്താണെന്നും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിറം തേച്ച ഒരു കൂട്ടം എങ്ങനെയെങ്കിലും ജീവിക്കുന്ന കുറേ ജീവിതങ്ങളുടെ ചരിത്രമല്ല ഇവിടെ പറയുന്നത്. സമൂഹത്തിൽ ഞാനൊരു സഭയുടെ അംഗമായി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുടെ വാഗ്ദത്തമല്ല ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ സഭ എന്നാൽ ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ ജനതയുടെ കൂട്ടമാണ്. ഇവിടെ ദൈവം പ്രവാചകനാകുന്ന അബ്രാഹാമിന് നൽകുന്ന വാഗ്ദത്തമാണ്. ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ ജനതയുടെ കൂട്ടം, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന തൻ്റെ വീക്ഷണത്തിലുള്ള ഭൂമിയിലെ സഭ. അനുഗ്രഹീതരായ ഒരു മനുഷ്യരുടെ കൂട്ടം. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്നർത്ഥം, അല്ലെങ്കിൽ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് സാരം. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുടെ വലിയ കൂട്ടമാണ് സഭ എന്നുള്ളത് ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ വചനത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ തിരഞ്ഞെടുത്തത്, ഞാൻ വിളിച്ചത്, ഞാൻ വേർതിരിച്ചത്, ഞാൻ പ്രത്യേകാൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കൂട്ടം, അതാണ് ദൈവത്തിൻ്റെ സഭ എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ നിയമ പുസ്തകത്തിൽ ആദിമ സഭയിൽ കൂടെയുള്ള, അതായത് AD 34 ശേഷമുള്ള അപ്പോസ്തലിക സഭയുടെ വീക്ഷണത്തിൽ കൂടെ, അതുമാത്രമല്ല സഭയുടെ തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടെയൊക്കെ യഥാർത്ഥത്തിൽ ദൈവസഭ എന്താണെന്ന് ഈ പ്രഭാഷണ പരമ്പരകളിൽ കൂടെ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭയെങ്കിൽ, ഈ ആധുനിക യുഗത്തിൽ ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവസഭയുടെ ബന്ധത്തിലാണോ? അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണോ എൻ്റെ മെമ്പർഷിപ്പ്? ഞാൻ ദൈവസഭയുടെ അംഗമാണോ? ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ചിന്തിക്കാം. ഈ ലേവ്യ പുസ്തകത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നാം ശ്രവിക്കുമ്പോൾ സഭ എന്നാൽ എന്താണ് എന്നുള്ള ദൈവത്തിൻ്റെ വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ രണ്ടാമതൊരു വാക്യം കൂടെ നമ്മുടെ മുമ്പിൽ ദൈവാത്മാവ് നൽകുകയാണ്. ഇത് 2 വാക്യം മാത്രമല്ല, ധാരാളം വാക്യങ്ങൾ ഈ ചിന്തകളിൽ കൂടെ തരുവാൻ ദൈവാത്മാവ് ഒരുക്കമാണ്. വിശുദ്ധ ബൈബിൾ അതിനെപ്പോഴും തയ്യാറുമാണ്. നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ പ്രവേശിച്ചിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. ഈ വാക്യത്തിൽ നാം വളരെ വ്യക്തമായി ഒന്ന് ശ്രദ്ധിച്ചേ. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ജനത്തെ ആശീർവദിക്കുന്നു. ഇങ്ങനെ ജനത്തെ ആശീർവദിക്കുന്ന സമയത്ത് ഒരു മഹാസംഭവം ഇവിടെ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ സഭയിൽ അഥവാ സമാഗമന കൂടാരത്തിൻ്റെ വെളിയിലായിരുന്ന ഇസ്രായേൽ ജനത്തിനും മോശയ്ക്കും അഹരോനും അഭിമുഖമായി ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു അതുല്യമായൊരു അനുഭവം ഇവിടെ സംജാതമാകുന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താ? യഥാർത്ഥത്തിൽ ദൈവസഭയുടെ അംഗമാണോ ഞാൻ എന്നുള്ളതാണ്. ഒന്നാമത് നാം ചിന്തിച്ചു, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഈ ഭൂമിയിലെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സഭ എന്നാൽ ദൈവത്താൽ അനുഗ്രഹീതമായ ഒരു ജനതയുടെ കൂട്ടമാണ്. ഇത് രണ്ടാമത് ചിന്തിക്കുന്നു. മോശയും അഹരോനും പുറത്തു വന്ന് ജനത്തെ ആശീർവദിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ തേജസ് അവിടെ കൂടി വന്ന സകല ജനങ്ങൾക്കും അവിടെ നിന്ന പ്രവാചകന് മുമ്പാകെ വെളിപ്പെടുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട പ്രധാന പോയിന്റ്, ദൈവം അഭിമുഖമായി സംസാരിക്കുന്ന ഒരു അനുഭവം ഈ ഭൂമിയിലെ ദൈവം സ്ഥാപിച്ച സഭയിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ രസകരമായതും നമ്മുടെ ചിന്തയെ കുഴയ്ക്കുന്നതുമായ ഒരു സംഗതി ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് ചിന്തിക്കൂ, ദൈവം അഭിമുഖമായി സംസാരിക്കുന്ന ഒരു അനുഭവം ഭൂമിയിലെ ദൈവത്തിൻ്റെ സഭയ്ക്കുണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നു. നാം ചിന്തിക്കുക, ഈ ആധുനിക യുഗത്തിൽ
നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ, ഏത് സഭയോ ഏത് രീതിയോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ധാർമ്മികമാകുന്ന മൂല്യത്തെ മാത്രം നാം ഉൾക്കൊള്ളുക. നാം നിൽക്കുന്ന സഭയിൽ ദൈവം നേരിട്ട് സമ്പർക്കം നടത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ തേജസ് ആർക്കൊക്കെ പ്രത്യക്ഷമാകുന്നു? ദൈവം നേരിട്ട് ആരെയൊക്കെ ആശീർവദിക്കുന്നു? സംഭവിക്കുന്നതും ഇനി നടക്കേണ്ടതുമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ദൈവം ഇന്ന് നമുക്ക് നേരിട്ട് നൽകുന്നുണ്ടോ? ദൈവം നമുക്ക് നേരിട്ട് നൽകുന്നുണ്ടോ? യഥാർത്ഥമായി നാം ചിന്തിച്ചു നോക്കുക. ഇന്ന് നാം ഉൾപ്പെട്ടിരിക്കുന്ന, നാം നിലനിൽക്കുന്ന സഭ നിറം തേച്ച ഒരു പള്ളിക്കെട്ടിടത്തിലാണോ? അതോ അനേകം അംഗസംഖ്യകളുള്ള സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സഭാ കെട്ടിടത്തിലാണോ? യഥാർത്ഥത്തിൽ തിരുവചനം പറയുന്നു, ദൈവസഭ എന്നാൽ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, തേച്ചിരിക്കുന്ന കളറിൻ്റെ വലിപ്പത്തിലല്ല, അംഗബലത്തിൻ്റെ വലിപ്പത്തിലല്ല. ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ ജനതയുടെ കൂട്ടം. 2, ഇവിടെ തിരുവചനം പറയുന്നത് ദൈവം അഭിമുഖമായി സമ്പർക്കം ചെലുത്തുന്ന, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വലിയ ജനതയുടെ കൂട്ടം. 3ാമത് ഒരു വാക്യം കൂടെ നമുക്ക് തിരുവചനത്തിൽ നിന്നും വായിക്കാം. ലേവ്യ പുസ്തകം തന്നെ 23-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ഉപവസിച്ച് ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച സഭ എന്നാൽ അനുതപിക്കുന്ന ഒരു ജനതയുടെ കൂട്ടം, ഉപവസിക്കുന്ന ഒരു ജനതയുടെ കൂട്ടം, ദൈവവുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കത്തിൽ തങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിയുന്ന, തങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്ന, ദൈവിക സാന്നിധ്യത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരം എന്തെന്ന് മനസ്സിലാക്കുന്ന, അനുതപിക്കുന്ന, ഉപവസിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ളതാണ് ഇവിടെ തിരുവചനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാം. ഈ ഭൂമിയിലെ ദൈവസഭ എന്നത് ഒന്നാമത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുടെ കൂട്ടം. 2, ഈ ഭൂമിയിൽ ദൈവവുമായിട്ട് നേരിട്ട് സമ്പർക്കം ചെലുത്തുന്ന ഒരു ജനതയുടെ കൂട്ടം. 3ാമത് നാം ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മതപനം ചെയ്യുകയും ഉപവസിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപിച്ചുകൊണ്ട് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന നിഷ്കളങ്കരുടെ, എന്ന് പറഞ്ഞാൽ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു ജനതയുടെ കൂട്ടം. ഇതൊക്കെയായിരുന്നു ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച സഭയെ സംബന്ധിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് നൽകുന്ന അറിവ്, നമുക്ക് നൽകുന്ന വെളിച്ചം ഇതാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കൂടെ ആദിമസഭയുടെ അനുഭവം എന്തായിരുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനുശേഷം തലയാകുന്ന ക്രിസ്തുവിൽ കൂടെ വളർത്തപ്പെട്ട സഭയുടെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോൾ നാം ചിന്തിക്കുക, ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ച സഭയെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കൂടെ മനസ്സിലാക്കുന്നത് അനുഗ്രഹിച്ചവരുടെ കൂട്ടം, അനുഗ്രഹം പ്രാപിച്ചവരുടേതാകുന്ന കൂട്ടം, ദൈവമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു ജനതയുടെ കൂട്ടം, മാത്രമല്ല ആത്മതപനം ചെയ്ത് ഉപവസിച്ച് തങ്ങളുടെ പാപത്തെ തിരിച്ചറിഞ്ഞ് ഹൃദയങ്ങളെ സ്വയം വിലയിരുത്തുന്ന ഒരു ജനതയുടെ കൂട്ടം. ഇനിയുള്ള ഭാഗങ്ങളിൽ ആധികാരികമായിട്ട് ദൈവസഭ എന്നാൽ എന്താണ് എന്നുള്ള ദൈവത്തിൻ്റെ വീക്ഷണത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. നാം ഇത്രയും നേരം ചിന്തിച്ചത് ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച സഭയുടെ ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ തൻ്റെ സ്വാർത്ഥപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ സ്വന്തം സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും സ്വന്തം തത്വശാസ്ത്രങ്ങൾക്ക് അനുയായികളെ കണ്ടെത്തുന്നതിനും വേണ്ടി അനേകം സഭകളും സംഘടനകളും ഈ ഭൂമിയിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിലപ്പുറമായിട്ട് ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവം എങ്ങനെയുള്ള സഭയാണ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചത്? ഏതൊക്കെ ഗുണഗണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരാണ്
ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിന് തീർച്ചയായും തിരുവചനത്തിൻ്റെ പിൻബലം കൂടിയേ തീരും. ഈ വിശുദ്ധമായ വചനം പറയുന്നത് എന്താണോ അത് അംഗീകരിക്കുവാനും അതിനെ പിൻപറ്റുവാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ ബൈബിൾ അശുദ്ധമെന്ന് പറയുന്നതിനെ ശുദ്ധീകരിപ്പാൻ മനുഷ്യരായ നമുക്ക് ഒരു യോഗ്യതയുമില്ല. ദൈവത്തിൻ്റെ വചനം ശുദ്ധമാണ് എന്ന് പറയുന്നതിനെ അത് അയോഗ്യമാണെന്ന് പറയുവാനും നമുക്കാവതല്ല. അതുകൊണ്ട് നാം ഉൾപ്പെട്ട ഈ ഭൂമിയിലെ സഭ അത് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സഭയാണോ? ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ അക്ഷരം പ്രതി പാലിക്കപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹിതം അവിടെ നിറവേറപ്പെടുന്നുണ്ടോ? അതോ ആഴ്ചതോറുമുള്ള ഒരു വെറും കൂടിവരവ് മാത്രമാണോ ഈ ഭൂമിയിലെ നമ്മുടെ സഭാ കൂട്ടായ്മ? ദൈവം യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭൂമിയിലെ സഭയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്? നാം ഈ കഴിഞ്ഞ സമയത്ത് ചിന്തിച്ചു വന്ന തിരുവചനങ്ങളുടെ പിൻബലത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ സാധിക്കും, ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയും. ഒന്ന്, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്ന സഭ ദൈവത്തിൻ്റെതാണോ, ദൈവത്തിൻ്റെ ഹിതത്താലുള്ളതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള മൂല്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഥവാ ദൈവസഭയിൽ നിൽക്കുന്നു എന്ന് തോന്നുന്ന എനിക്ക് ഇനി ഒരു പുനഃപരിശോധനയ്ക്ക് ആവശ്യമുണ്ടോ? ദൈവത്തിൻ്റെ തിരുവചനം അനുശാസിക്കുന്ന ഈ ക്വാളിറ്റീസ്, ഈ ഗുണഗണങ്ങൾ നമ്മുടെ ആത്മീയ സഭയിൽ ഇന്ന് പാലിക്കപ്പെടുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ടോ? നാം മുമ്പ് ചിന്തിച്ചതുപോലെ എനിക്ക് ആത്മതപനം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് ഉപവസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ഓരോ കൂടിവരവുകളിലും ദൈവത്തെ അഭിമുഖമായി കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് സഭയിൽ ധൈര്യസമേതം കടന്നു പോകുന്ന നമുക്ക്, അല്ലെങ്കിൽ നാം നിലനിൽക്കുന്ന സഭയുടെ വിശ്വാസത്തിൽ അഭിമാനിക്കുന്ന നമുക്ക്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണെന്ന്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണെന്ന് പറയുവാൻ ഇനി നമുക്ക് ചിലത് പരിശോധിക്കേണ്ടതില്ലേ? തീർച്ചയായും ആ പരിശോധനയ്ക്കുള്ള സമയമാണിത്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് യേശുക്രിസ്തുവിനോട് കൂടെ പോകുന്നവർ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സഭയിലെ അംഗമായിരിക്കുന്നവരല്ല. ഈ ഭൂമിയിൽ പേരെഴുതി ചേർത്തിട്ടുള്ള ഏതെങ്കിലും ഒരു മാനുഷിക പ്രസ്ഥാനത്തിൽ അംഗങ്ങളായിരിക്കുന്നവരല്ല യേശുവിനോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. പഴയ നിയമകാലങ്ങളിൽ ആദിമ സഭയിൽ യേശു ക്രിസ്തുവിൽ കൂടെ എന്താണ് ഞാൻ ആയിരിക്കേണ്ട സഭയുടെ ഗുണങ്ങൾ എന്നതിനെക്കുറിച്ച് ഇനിയുള്ള ഭാഗങ്ങളിൽ തീർച്ചയായും നാം ചിന്തിക്കും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, എനിക്കൊരു മാറ്റം ആവശ്യമുണ്ടോ? ഞാൻ നിൽക്കുന്ന സഭ ദൈവദത്തമാണോ? ഞാൻ പിന്തുടരുന്ന ജീവിത മൂല്യങ്ങൾ ദൈവത്തിൽ നിന്നും ഉള്ളതാണോ? ഞാൻ ഇന്നും അനുവർത്തിക്കുന്ന എൻ്റെ കാഴ്ചപ്പാട് അത് ദൈവഹിതപ്രകാരമാണോ? നമുക്ക് പരിശോധിക്കാനുള്ള സമയം ആയിരിക്കുന്നു. ഈ നിമിഷം അതിനുവേണ്ടി നാം വിനിയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അപകടത്തിലാണ്. മാനുഷികമായിട്ട് മാത്രം പരിഗണിക്കപ്പെടുന്ന ചില കാര്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും സഭയുടെ പിന്നാലെ പോകും, ഏതെങ്കിലും ഒരു സഭയുടെ അംഗമായിട്ട് മാത്രം ഞാൻ മാറും. പക്ഷേ എൻ്റെ ആരാധന, എൻ്റെ സഭാ കൂട്ടായ്മ, എൻ്റെ നിൽപ്പ് യഥാർത്ഥമായും ദൈവസഭയിലായില്ലെങ്കിൽ എങ്ങനെ എൻ്റെ അവസാനം ആയിത്തീരും? ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഈ കേട്ട ദൂതുകൾക്കായി നന്ദി. എൻ്റെ നിലനിൽപ്പ് അതെവിടെയാണെന്ന് ഓരോ നിമിഷവും പരിശോധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സഭയിലോ ഈ ലോകത്തിലെ മനുഷ്യൻ സ്ഥാപിച്ച സഭയിലോ? ഇത് ചിന്തിപ്പാൻ സഹായിച്ചാട്ടെ. മാനവും മഹത്വമെല്ലാം അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.